നമസ്കാരം. ഇനി വേറൊന്നും ആലോചിക്കേണ്ട, ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിക്കോളൂ. കാരണം നമ്മുടെ ചിക്കു സ്റ്റൈന് രശ്മി ചേച്ചിയില്ലേ, അവരുടെ റെസിപ്പിയാണ്. പക്ഷേ അതിൽ ഇത്തിരി ഒരു ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. 3 വർഷം മുന്നെയാണ് അവരത് അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് റെസിപ്പീസ് നോക്കിയിട്ട് അവസാനം ഞാൻ ചെന്നുപെട്ടത് ഈ ഒരു റെസിപ്പിയിലാണ്. കാരണം അത്രയും സക്സസ് ആണ്. പക്ഷേ എൻ്റേതായ രീതിയിലുള്ളൊരു വേർഷൻ വരുത്താനുള്ള കാരണം, ഞാൻ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക്നെസ് കിട്ടണമായിരുന്നു. ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത മെത്തേഡിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. പല തരത്തിലുള്ള ഡേറ്റ്സ് നമുക്ക് കിട്ടുമല്ലോ, പക്ഷേ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല ഡാർക്കായിട്ടുള്ള ഡേറ്റ്സ് തന്നെ നോക്കിയിട്ട് എടുക്കണം. അത് 20 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 20 തന്നെയാണ് ഇതിൻ്റെ അളവും. അപ്പോൾ അത് കുരുവൊക്കെ കളഞ്ഞിട്ട് 2 ബാച്ചായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി, അരഞ്ഞു പോവണ്ട. ഇത് ഗ്രാം അളവാണെങ്കിൽ 200 ഗ്രാമാണ്. 1 വർഷം മുന്നേ സെയിം റെസിപ്പി ഞാൻ ചെയ്തതാണ്, നമ്മുടെ ചാനലിലുണ്ട്. അന്ന് കാണാത്ത കുറച്ച് പേരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കാണിക്കുന്നത്. 2 ബാച്ചായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര വേണം. ഇത് നമുക്ക് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരമൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ ഇരുമ്പ് ചീനച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ്. കാരണം സ്റ്റീൽ എടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ്, പെട്ടെന്ന് അങ്ങ് പുക കയറിപ്പോവും. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് നോൺ സ്റ്റിക്ക് പാനാണ്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഫ്ലെയിം ഹൈ അല്ലെങ്കിൽ മീഡിയം, ഇതിപ്പോൾ വലിയ ബർണർ ആയതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. ചെറിയ ബർണറിലാണ് വെക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് ഇടണേ. അതിനുശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര മുഴുവൻ കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ മെൽറ്റായിട്ട് തുടങ്ങുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. തടിത്തവി കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ കൈ പിടിച്ചത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇളം ചൂടുവെള്ളം വേണമെങ്കിൽ എടുക്കാം, പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഞാൻ പച്ചവെള്ളം തന്നെയാണ് എടുത്തത്. അത് കുറച്ചായിട്ട് ഒഴിക്കണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാം മുഴുവനായിട്ട് ഒഴിച്ചാൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ തടിത്തവി കൊണ്ട് ഒന്ന് ഇളക്കി അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ കാരമൽ ഷുഗർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ഇല്ലേ, അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ചക്കയൊക്കെ വരട്ടുന്നില്ലേ, അതുപോലെ വരട്ടിയെടുക്കണം. ഇതാണ് ഡേറ്റ്സ് കേക്കിന് ഡാർക്ക്നെസ് കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാണോന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടില്ല. എന്നാൽ ലോയിലായി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ഇപ്പോൾ മീഡിയത്തിലാക്കിയിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കുറുകുന്തോറും ഡാർക്കായിട്ട് വരും. മുഴുവൻ വെള്ളവും വറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം തണിയുമ്പോൾ ഒന്നുകൂടെ ഇത് ടൈറ്റ് ആവും. അപ്പോൾ അധികം ടൈറ്റ് ആവാൻ നിൽക്കരുത്. ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോഴാണ് നമുക്കിത് ഓഫ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇപ്പം തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പം അതിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്തത്. ഒന്നും കൂടി ഇത് കുറുകുമല്ലോ. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മൈദ അളന്നെടുക്കണം. 1 കപ്പാണ് വേണ്ടത്. കപ്പിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിലും അതിങ്ങനെ അമർത്തിയെടുക്കാൻ പാടില്ല. ലൂസായിട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, വടിച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ ഈ മൈദ അരിപ്പയിലിട്ടതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് ഒരു നുള്ള് ഉപ്പും 1 ടേബിൾ സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതാണ് ആ ഒരു രണ്ടാമത്തെ സീക്രട്ട്. അപ്പോൾ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂണാണല്ലോ കൊക്കോ പൗഡർ ചേർത്തത്. ഇത് വേണമെങ്കിൽ 1 ടീസ്പൂൺ ആക്കിയാലും മതി, അത് കുഴപ്പമില്ല. ആദ്യത്തെ റെസിപ്പിയിൽ ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ ഇതിപ്പം 1 ടേബിൾ സ്പൂൺ ഇട്ടത് കുറച്ചും കൂടെ എക്സ്ട്രാ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ട് കൊക്കോൻ്റെ ടേസ്റ്റ്, അതായത് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ കേക്കിന് വരില്ല. എന്നാൽ നല്ല ഡാർക്ക്നെസ് കിട്ടുകയും ചെയ്യും. 1 ടേബിൾ സ്പൂണിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ വരണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ 1 ടേബിൾ സ്പൂണിൽ കുറച്ച് എത്ര വേണമെങ്കിലും എടുക്കാം, കൂടാൻ പാടില്ല. വേണമെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാൻ. ഞാനിപ്പോൾ 1 തവണ അരിച്ചിട്ട് ബാക്കി സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ചെയ്തത്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താലും മതി. പക്ഷേ 1/2 കപ്പ് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്.
ഇതിൽ 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂം കൂടെ എടുത്ത് വെക്കണം. ഈ അണ്ടിപ്പരിപ്പ് ഒരു കൈപ്പിടിയാണ് വേണ്ടത്. അത് നമുക്ക് ഒന്നുകിൽ ഇഞ്ചി കുത്തുന്ന കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ജാറിലോ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് പിളർന്നെടുത്താലും മതി. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇനിയിപ്പം കേക്ക് ടീൻ സെറ്റാക്കണം. 6.5 ഇഞ്ച് സൈസിലുള്ള ടിന്നാണ് എടുത്തത്. ഇതിൽ ബട്ടർ തടവിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓയിലോ സൺഫ്ലവർ ഓയിലില്ലേ എന്തെങ്കിലും തടവിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെക്കണം. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ ഒന്നുകിൽ കേക്ക് ടീന് വട്ടത്തിൽ വരഞ്ഞിട്ട് അത് വെച്ച് വരഞ്ഞിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കുക. 2 തവണ മടക്കണം. 2 തവണ മടക്കുമ്പോൾ നടുവിൽ ഒരു കോണ് കിട്ടുമല്ലോ, അതായത് ഒരു മൂല, അവിടെ നിന്ന് പിന്നീട് ഒരു ട്രയാങ്കിൾ പോലെ മടക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ഇങ്ങനെ ട്രയാങ്കിളായിട്ട് മടക്കിയതിന് ശേഷം നടുഭാഗത്ത് വെച്ചിട്ട് അറ്റത്തേക്കുള്ള അളവ് ഏതാണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് നിവർക്കുമ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് വന്നോളും. ഇനി ബിരിയാണി പോട്ട്, അത് അലൂമിനിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഏതാണെങ്കിലും കുഴപ്പമില്ല. കേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കണം. ഇത് വെച്ചതിന് ശേഷം റിങ്ങും കൂടെ വെക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ടിൻ അതിൽ വെക്കാൻ പാടില്ല. ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് ടിൻ വെക്കേണ്ടത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇടണേ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ആ ജാറ് ഡ്രൈ ആക്കിയിട്ട് വെക്കണമെന്നൊന്നുമില്ല, തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു നനവുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് അത് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒഴിക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഇല്ലേ അതൊക്കെ പോവും. പിന്നെ നമ്മുടെ ആ ഒരു കൊക്കോ പൗഡർ മുട്ടയുടെ മണവും ഇല്ലാതാക്കും കേട്ടോ. കാരണം അത് നമ്മൾ ഇത്തിരി ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ മണം തീരെ ഉണ്ടാവില്ല. ഇതിപ്പം നല്ല സ്പീഡിൽ, ഹൈ സ്പീഡിലാണ് 10 സെക്കൻഡ് അടിച്ചെടുക്കേണ്ടത്. അത് അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാരയില്ലേ അതും കൂടെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വീണ്ടും അടിച്ചെടുക്കുക. ഹൈ ഫ്ലെയിം അല്ലേ, ഹൈ സ്പീഡാണ്. അതിന് ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം. ഇത് നമ്മൾ കുറക്കാൻ പാടില്ല. 1/4 കപ്പൊന്നും എടുക്കരുത്, 1/2 കപ്പ് തന്നെ വേണം. എങ്കിലേ നമുക്കൊരു മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സ്പീഡ് കൂട്ടരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനിയിപ്പം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ്സ് മിക്സ് ഇല്ലേ, അത് ഇപ്പം തണിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിപ്പം ഓഫ് ചെയ്ത ആ സമയത്ത് തന്നെ ബൗളിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു തണിഞ്ഞതിന് ശേഷമാണ് ബൗളിലേക്ക് മാറ്റുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു എഗ് മിക്സ് ഇല്ലേ, മുട്ട മിക്സ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി യോജിപ്പിക്കുക. അപ്പോൾ കുത്തി ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ടാണ് ഇളക്കേണ്ടത്. ഇതിപ്പോൾ വിസ്ക് പോലും എടുക്കുന്നില്ലല്ലോ, നമ്മൾ ആ ഒരു തടിത്തവി മാത്രമാണ് എടുക്കുന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മിക്സിങ്ങും ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ ചെയ്യണം. അതായത് കുത്തി കലക്കിയിട്ട് ഒന്ന് മിക്സാക്കാൻ നിന്നാൽ കേക്ക് ഹാർഡായി പോവും. അപ്പം ഇതിപ്പം നല്ല ഫ്ലഫി ആയിട്ടല്ല നമ്മുടെ മുട്ട വന്നിരിക്കുന്നത്, അങ്ങനെ ആവാൻ പാടില്ല. അപ്പം ഈ ഒരു ഫ്ലഫിനെസ് പോകാനും പാടില്ല. ഇനിയിപ്പം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതൊരു ബാച്ചായിട്ട് ഇടണം. 3 ബാച്ചായിട്ട് തന്നെ ഇടാം കേട്ടോ. കാരണം അതും ഈ പറഞ്ഞ മാതിരി ഒരുമിച്ചിട്ടിട്ട് കുത്തി കലക്കാൻ പാടില്ല. ഇതിപ്പം തടിത്തവി കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ തടിത്തവി ഞാനിങ്ങനെ തിരിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ പിടിക്കുന്ന ഭാഗം കണ്ടോ, അതിങ്ങനെ തിരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഫീലോട് കൂടി തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. ഞാനിപ്പോൾ വിസ്കും അല്ലെങ്കിൽ ഓവൻ ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ബാച്ച് മൈദ മിക്സ് മുഴുവനായിട്ട് അങ്ങ് തട്ടാതെ കുറച്ചങ്ങ് ഇട്ടിട്ട് ഇത്തിരി മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ, നമ്മുടെ കാഷ്യൂ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അല്ലാതെ കാഷ്യൂ മാത്രമായിട്ട് ഇടുമ്പോൾ ബേക്കായി കിട്ടുമ്പോൾ അതെല്ലാം അടിയിലേക്ക് പോകും. ഇങ്ങനെ ആകുമ്പോൾ ഈവണായിട്ട് എല്ലാ അടിയും വന്നോളും. ഇനിയിപ്പം നമ്മുടെ കേക്ക് ടിന് സെറ്റാക്കിയിട്ടില്ലേ അതിലേക്ക് ഇതൊന്ന് ബാറ്റർ ഒഴിക്കണം. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹോള് വരും. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫോർക്കാണ് എടുക്കുന്നത്. ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കാം. ഫ്ലെയിം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ ഇത്രയും സമയം അത് ചൂടാക്കിയത്. ഇനിയിപ്പം മീഡിയത്തിലേക്ക് മാറ്റുക. മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം
അരമണിക്കൂർ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മുടെ വലിയ ബർണറാണെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം. പക്ഷേ ചെറിയ ബർണറിലാണ് വെക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. ഇതിന് ശേഷം നമ്മൾ എന്താണ് ഇതിൽ കുറച്ച് കാഷ്യൂ ഒക്കെ വിതറുന്നുണ്ട്. കാരണം ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് കാഷ്യൂ നിരത്തുന്നത്. ഇതിനേക്കാളും മുന്നേ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആയിട്ട് വേണമെങ്കിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 20 മിനിറ്റ് എടുക്കുക. അപ്പം ആദ്യം ഞാൻ 30 മിനിറ്റും പിന്നെ ഒരു 20 മിനിറ്റാണ് എടുത്തത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 50 മിനിറ്റാണ് വന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഓലക്കണി ഇല്ലേ, ഈർക്കിണി, അതാണ് ഞാനൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുത്തി നോക്കുന്നത്. കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്, ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം സാധാരണ കേക്ക് പോലെയല്ല, ഡേറ്റ്സ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വേവുണ്ട്. അതുകൊണ്ടാണ് 50 മിനിറ്റ് എടുത്തത്. ചിലപ്പം ഓരോരോ ബർണറിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. മധുരമൊക്കെ പാകത്തിനാണ് ഉള്ളത്. പിന്നെ ടെക്സ്ചർ ആണെങ്കിൽ പറയുകയും വേണ്ട. സാധാരണ ഒരു കേക്ക് പോലെയല്ലല്ലോ ഡേറ്റ്സ് കേക്കിൻ്റെ ടെക്സ്ചർ വരുന്നത്. അപ്പോൾ ടെക്സ്ചർ വൈസും ഓക്കെയാണ്. പിന്നെ കളറ് നല്ല ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ വീഡിയോയിൽ എനിക്ക് രശ്മി ചേച്ചിക്കൊരു നന്ദി പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ അറിയിക്കുകയാണ്. മൂപ്പരത് കാണുമെന്നൊന്നും എനിക്കറിയില്ല, കാണാനൊന്നും വഴിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇങ്ങനൊരു റെസിപ്പി നമ്മൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തന്നതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റുമാണ്, പിന്നെ മോയിസ്റ്റാണ്, ഫ്ലഫിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും. അടുത്ത വീഡിയോ കാണാൻ വരുമല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്